ഗൈസ്, ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നന്നായി ടയേർഡായിരുന്നു. കുക്ക് ചെയ്യാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചൊരു ബർഗർ കഴിച്ചാലോന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്രണ്ട്സുമായിട്ട് നേരെ അർമീനിയയിലെ ബർഗർ ഷോപ്പിലേക്ക് വന്നു. ഇപ്പം ഞങ്ങളുള്ളത് പിസ്റ്റോപ്പ് എന്ന ഷോപ്പിലാണ്. ഇവിടുത്തെ ഷവർമ ബർഗേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ ശരിക്കും പ്രിഫർ ചെയ്യുന്നത് ഹോംലി ഫുഡാണ്, കാരണം എനിക്ക് കുക്ക് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. പിന്നെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ടോക്കൺ കണക്ക് തരുന്ന ഒരു നമ്പറാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അർമീനിയയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഷോപ്പാണ് പിസ്റ്റോപ്പ്. ഇവിടെ നല്ലൊരു ഈസ്തറ്റിക് ഫീൽ ആൻഡ് നല്ലൊരു ആംബിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഗൈസ്. ഞാനും ജസ്റ്റിയും ബർഗറിന്റെ കോംബോ പാക്ക് ആയിരുന്നു ഓർഡർ ചെയ്തത്, വിച്ച് ഇൻക്ലൂഡ്സ് കൊക്കക്കോള, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ മയോണൈസും സോസും ഒക്കെയാണ്. പിന്നെ ഈ കുരുപ്പ് വ്യത്യസ്തമായ ഡിഷുകൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അവൾ പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഇത് കഴിച്ചാൽ കൊള്ളാം, ഇത് കഴിച്ചാൽ കൊള്ളില്ല എന്നൊക്കെ. ഇൻസ്ട്രക്ഷൻ തരുന്നത് അവളാ. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമ്മളിപ്പോൾ 3 പേരായിട്ടാണ് ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ 3 പേരും 3 തരം വ്യത്യസ്തമായ ആഹാരങ്ങൾ ഓർഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് 3ഉം ട്രൈ ചെയ്യാമല്ലോ. എങ്ങനെ? ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത് നല്ലതല്ലേ? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇന്നിനി രാത്രി ഫുഡ് കഴിക്കേണ്ടി വരത്തില്ല, കാരണം സ്റ്റൊമക്ക് ഫുള്ളാണേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വരെ സ്മരണ എനിക്ക് വേറൊരു ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല, കാരണം സ്റ്റൊമക്കിൽ സ്പേസ് ഇല്ല. പിന്നെ പോകുന്ന വഴിയിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കണ്ട് തേരാപ്പാര നടന്നു. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തു. ഇനി വീട്ടിൽ പോകാനായിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. എവറി വെയിറ്റ് ഹാസ് എ വർത്ത് എന്നല്ലേ പറയുന്നേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ 3S തിയറി ഉപയോഗിക്കണം. സജഷൻ, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.